യാത്രകൾ എനിക്കിഷ്ടമാണ്. യാത്രകളിലൂടെ ഒരുപാട് പഠിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. യാത്രകളെന്ന് പറയുന്നത് അപ്പോൾ അത് ഞാനും എൻ്റെ വൈഫും കൂടാണ് മിക്കവാറും രാജ്യങ്ങളിലെല്ലാം ഇതുപോലെ സന്ദർശനത്തിനൊക്കെ പോകുന്നത്. ഒരുപാട് യാത്ര ചെയ്യാറുണ്ട്. ഏതാണ്ട് 65ഓളം രാജ്യങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ട്. ഇനിയും കൂടുതൽ കൂടുതൽ കാണാൻ പോകുന്നുണ്ട്. ആ രീതിയിൽ ഇരിക്കുക. അങ്ങനെ ഈ യാത്രകൾ എന്ന് പറയുന്നത് നമുക്ക് അതായത് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരുന്ന സംഭവങ്ങളാണ് എല്ലാ യാത്രകളും. അങ്ങനെയുള്ള ഓരോ യാത്രകളെക്കുറിച്ച് എല്ലാം മുഴുവനായിട്ടും പറയാൻ പറ്റുന്നില്ലെങ്കിലും ബാക്കി നിങ്ങളുടെ ട്രാവലോഗിലൊക്കെ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് മാത്രമേ ഞാൻ ഇപ്പോൾ കൂടുതൽ ഇതിൽ പറയുന്നുള്ളൂ. അതായത് പ്രത്യേകിച്ച് ഉള്ള സംഭവങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരിക്കൽ സൗത്ത് ആഫ്രിക്കയിൽ ഞങ്ങൾ സന്ദർശിക്കുമ്പോൾ വളരെ രസകരമായ ഒരു കാര്യമുണ്ടായി ആദ്യം. അപ്പം ഞങ്ങൾ ആദ്യം കേപ്പ് ടൗണിലാണ്, ദുബായിൽ നിന്ന് എമിറേറ്റ്സിൻ്റെ വിമാനത്തിൽ കേപ്പ് ടൗണിൽ ലാൻഡ് ചെയ്തു. അവിടെ ഞാൻ ദൂരെ നിന്ന് കടന്ന്, ഞാൻ സൂട്ടാണ് ഇട്ടിരിക്കുന്നത്, എൻ്റെ ഭാര്യ ചുരിദാറാണ് ധരിച്ചേക്കുന്നത്. അപ്പം നോക്കിയപ്പോൾ ഒരു മുംബൈ പോയ ഒരു 2-3 അതായത് സായിപ്പന്മാരാണ്, വെള്ളക്കാരാണ്. അവര് അവരുടെ ആദ്യം ഷൂ ഊരുന്നു. അത് കഴിഞ്ഞിട്ട് അവരെ ജീൻസ് ഊരി മാറ്റുന്നു. അതിനുശേഷം അവരിട്ടിരുന്ന അതേപോലെ തന്നെ അവരിട്ടിരുന്ന ഉടുപ്പ് അത് ഊരി മാറ്റുന്നു. അപ്പം ഒന്നുമില്ല, ഒരു അണ്ടർ ഗാർമെന്റ്, ഒരു ഷെഡി മാത്രമായിട്ട് അവിടെ നിൽക്കുന്ന, എന്നിട്ട് അവരുടെ ദേഹത്തൊക്കെ ഇങ്ങനെ ഏതാണ്ട് വെച്ച് പരിശോധിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഇത് കണ്ട് ഞാൻ അങ്ങ് ആകെപ്പാടി ഞെട്ടി. കാരണം ഇനി അടുത്തത് ഞാനാണ് വരേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് വലിയ കഷ്ടമായാലും ഇപ്പോൾ ഇതെല്ലാം അഴിക്കേണ്ട ഒരു ഗതികേടാണല്ലോ. സൂട്ട് ഇട്ടിരുന്ന ഇതൊക്കെ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള ഒരു കാര്യമല്ല. മാത്രമല്ല, ഇങ്ങനെ ഒരു രാജ്യത്ത് വന്നിട്ട് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞാലും വളരെ സങ്കടകരമായ ഒരു കാര്യമാണെന്ന് വിചാരിച്ചു. ഉടനെ ഈ കറുത്ത ആളുകളാണ് ഈ പരിശോധിക്കുന്നതൊക്കെ അവിടെ നിൽക്കുന്നവർ. അപ്പം ഞാനിങ്ങനെ ഭയന്നിട്ട് പതുക്കെ ഏതായാലും അങ്ങോട്ട് കയറാം എന്ന് വിചാരിച്ചിരുന്നപ്പം ഞങ്ങളുടെ പാസ്പോർട്ട്, യു ആർ ഫ്രം ഇന്ത്യ, ഓക്കെ, പ്ലീസ് കം, വെൽക്കം. ചിരിച്ചുകൊണ്ട് ഞങ്ങളെ അവര് കയറ്റി. ഒരു പരിശോധനയില്ല, ഒന്നുമില്ല. അതെ, അവിടെ പിന്നെയും പിന്നാലെ വരുന്ന സായിപ്പന്മാരെ ഇതേ പണി എന്ന് ഞങ്ങൾ കണ്ടു. അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്, ഞാൻ മനസ്സിലാക്കിയത് മഹാത്മാഗാന്ധിയുടെ വിലയാണ്. അവർ പറഞ്ഞു, യു ആർ ഫ്രം ദ ലാൻഡ് ഓഫ് മഹാത്മാഗാന്ധി, അവർ പറഞ്ഞാണ്. അപ്പം മഹാത്മാഗാന്ധിയുടെ രാജ്യത്തു നിന്ന് വരുന്ന ആളുകളാണ് നമ്മൾ. ഗാന്ധിജി അവിടെ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് അവർക്കറിയാം. അതുകൂടാതെ വെള്ളക്കാരവരെ ചവിട്ടി തേച്ചിട്ടിരുന്നത് അവർക്കറിയാം. എന്തുമാത്രം ബുദ്ധിമുട്ട് അവർക്ക് വെള്ളക്കാരുണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് അവർ തിരിച്ചറിയുന്നു. അതെല്ലാം അവർ തിരിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ. അതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ കാണുന്നത്. വളരെ ഒരു രസകരമായ ഒരു കാര്യമാണ് ഞാൻ അവിടെ കണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ വലിയ പ്രശ്നമുള്ള സ്ഥലമാണ് പലയിടത്തും. അത് കേപ്പ് ടൗൺ അത്ര കുഴപ്പമില്ല, എന്നാലും പല സ്ഥലങ്ങളും വലിയ പ്രശ്നമാണ്. ഇപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ കേപ്പ് ടൗൺ, അത് കഴിഞ്ഞാൽ പിന്നെ ജോർജ് ടൗൺ, പിന്നെ ജോഹന്നാസ്ബർഗ്. ഇവിടങ്ങളിലൊക്കെ ഇവിടുന്ന് ഞങ്ങൾ പോകുന്നതെല്ലാം മറ്റ് ചെറിയ ചെറിയ ഫ്ലൈറ്റുകളിലാണ് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ പോകാൻ വേണ്ടി പോകുമ്പോൾ ഇതുപോലെ നമുക്ക് ചെല്ലുമ്പോൾ അവിടെ എന്താ അറിയാവോ, നമ്മൾ വില കൂടിയ വാച്ചൊന്നും നമ്മൾ കെട്ടിക്കൊണ്ട് പോകും. കാരണം ഇത് ആരെങ്കിലും വരും നമ്മുടെ അടുത്തോട്ട് വന്നുകൊണ്ട് റോഡിൽ നടന്നു പോകുമ്പോൾ വേണ്ട സെക്യൂരിറ്റി ഇല്ലെങ്കിൽ അവർ അഴിഞ്ഞിട്ടൊന്ന് ആ വാച്ച് ചോദിക്കും. നമുക്ക് കൊടുക്കാൻ പറ്റുമോ? കൊടുത്തില്ലേ പിന്നെ വേറെ പണിയൊന്നുമില്ല, വെടിവെച്ചാൽ കൊല്ലും. ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം ഡ്രഗ് അഡിക്ട്സ് ഒരുപാടുണ്ട് അവിടെ. റോഡിൽ നമുക്ക് ഇഷ്ടം മാതിരി ആളുകളെ കാണും. അപ്പം ഞങ്ങളുടെ ട്രാവൽ ഏജന്റ് ഞങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ഒരു വലിയ ബെൻസിന്റെ ഒരു വലിയ വണ്ടി, ഒരു വാൻ പോലുള്ള ബെൻസിന്റെ ഒരു വണ്ടി, അതിവിടെ അങ്ങനെ അധികം കാണാറില്ല, ഈ സ്ലൈഡിങ് ഡോസ് ഉള്ളത്. അതിൻ്റെ മുൻ സീറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇരിക്കാനുള്ള ഡ്രൈവർ, ആ ഡ്രൈവർ എന്ന് പറയുന്ന ആള് ഏറ്റവും കുറഞ്ഞതൊരു എനിക്ക് തോന്നുന്നു ഒരു 140 കിലോ തൂക്കം കാണും അയാൾക്ക്. ഒരു 6.5 അടിയോളം പൊക്കം, നല്ല കറുത്ത കാരിരുമ്പ് പോലുള്ള ശരീരം, നല്ല വണ്ണം. അയാൾ അനങ്ങാൻ നിൽക്കും. അയാൾ വന്ന് ആ വണ്ടിയിലോട്ട് കയറുമ്പോൾ അവിടെ വന്ന് താഴും വണ്ടിയുടെ. അപ്പോൾ ഇത് ഞങ്ങളെ ഓരോ സ്ഥലങ്ങളിൽ ഇയാൾ ഇങ്ങനെ കേപ്പ് ടൗണിൽ തന്നെ കൊണ്ടുപോവാണ്. അപ്പോൾ ചെന്നിറങ്ങിയപ്പം ഞങ്ങളിങ്ങനെ ഇറങ്ങി അങ്ങോട്ട് നിന്നിട്ട് ഇയാളെ വണ്ടിയിൽ ഇങ്ങനെ ചാരി നിൽക്കുകയാണ്. അന്നേരം അത് തന്നെ ഒന്ന് ചരിക്കും, കാരണം അത്രയും വെയിറ്റ് ഉണ്ട്. അപ്പോൾ
പതുക്കെ ഒരുത്തൻ പ്രാഞ്ചി ഞങ്ങളുടെ അടുത്തോട്ട് ഇങ്ങനെ നടന്നു വരുന്നത് ഇയാൾ കാണുന്നുണ്ട്. അപ്പം ഞങ്ങളത് ഒന്ന് ശ്രദ്ധിച്ചു, ഇങ്ങനെ ഒരുത്തൻ വരുന്നത്. അപ്പോൾ ഇയാൾ വാട്ട് എന്ന് ചോദിച്ചു. അവൻ തിരിഞ്ഞ് അതുപോലെ അങ്ങ് പോയി. അതിനാണ് ഇയാളെ ഞങ്ങളുടെ കൂടെ അയച്ചേക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ വലിയൊരു പ്രൊട്ടക്ഷൻ ആയിരുന്നു, ഒരു പ്രൊട്ടക്റ്റീവ് കവറായിരുന്നു ഇയാളുടേത്. കാണേണ്ട സ്ഥലം തന്നെയാണ് ഇത്. ഇത്രയും സൗന്ദര്യമുള്ള, പ്രകൃതി സൗന്ദര്യമുള്ള ഒരു സ്ഥലവും നമുക്ക് അങ്ങനെ വേറെ കാണാൻ കിട്ടത്തില്ല. നമുക്ക് വേറെ മറ്റ് പല അർത്ഥങ്ങളിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ സ്വിറ്റ്സർലൻഡാണ്. പക്ഷേ അതിലുമൊക്കെ കാഴ്ച ഭംഗി നമ്മൾ നോക്കിയാൽ പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് എപ്പോഴും ഇത് സൗത്ത് ആഫ്രിക്ക തന്നെയാണ്. നമുക്ക് ഈ ആഫ്രിക്ക എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒന്നും ഏതാണ്ട് ഒരു വരണ്ട ഒരു പ്രദേശത്തിൻ്റെ ഒരു ഓർമ്മയാണ് നമുക്ക് വരും. അവിടെ വരൾച്ചയൊന്നുമല്ല, അവിടെ നല്ല പച്ചപ്പുള്ള പ്രദേശം, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ആ രീതിയിലാണ്. പുല്ലൊക്കെ വെട്ടി മെയിൻറ്റെയിൻ ചെയ്ത മെക്സിക്കൻ ഗ്രാസ് ഒക്കെ നല്ല കാണേണ്ട ഒരു സ്ഥലമാണ്. അതിൻ്റെ മാത്രമല്ല അവിടുത്തെ ആകാശത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അത് ആകാശം എന്ന് പറയുമ്പോൾ നമുക്ക് അത് കടലിൻ്റെ നിറമായിരിക്കാം മിക്കവാറും. കടലിൽ നല്ല ബ്ലൂ കളറാണ്, നല്ല നീല. ആകാശത്തിൽ നമുക്കിവിടെ മറ്റ് ചിന്നിച്ചെറിയ മേഘങ്ങൾ കാണാനുണ്ടല്ലോ, അതൊന്നും അവിടെ കാണാനില്ല. അവിടെ നല്ല നീറ്റായിട്ട് ഈ നീല കളർ മാത്രമാണ് കാണുന്നത്. അതൊരു കാഴ്ചയൊന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ്. കഴിയുന്നവരെല്ലാം ഇവിടെ ഒന്ന് പോയി സന്ദർശിക്കാൻ പോകണം. അത് മാത്രമല്ല, അത് അവിടെ വേറെ ഒരുപാടുണ്ട് അവിടെ ഇനിയുള്ള കാര്യങ്ങൾ. അത് ഞാൻ ഇനി വീണ്ടും പറയാം.